ഈ കഥയുടെ അവസാന ഭാഗം. ഇല്ല, അർഹതപ്പെടാത്തതൊന്നും എനിക്ക് വേണ്ട. ഞാനിത് ഏൽപ്പിച്ചിട്ടേ മടങ്ങൂ. എങ്കിൽ എനിക്ക് തന്നേക്കൂ, ഞാൻ ഇതുകൊണ്ട് ജീവിച്ചോളാം, അയാൾ ചോദിച്ചു. ഇല്ല, ഇത് രാജ്യത്തെ ജനങ്ങളുടേതാണ്. അതിൽ നിന്നും കർഷകരെ സഹായിക്കാനെടുത്ത പണമാണ്. കൃഷി അഭിവൃദ്ധിപ്പെട്ടാൽ നല്ല ഭക്ഷണം ജനങ്ങൾക്ക് കിട്ടും. അതിനാൽ ഈ പണം മടക്കിക്കൊടുത്തതിനു ശേഷം മാത്രമേ ഞാൻ തിരിച്ചു പോവുകയുള്ളൂ. എങ്കിൽ എൻ്റെ കൂടെ വരിക. അയാൾ അകത്തേക്ക് കയറി. ഭടന്മാർ വഴിമാറി. പിന്നാലെ കർഷകനും നടന്നു. രാജകൊട്ടാരത്തിനകത്തേക്ക് അയാൾ നടന്നു. രാജസിംഹാസനത്തിൽ കയറി ഇരുന്നു. കർഷകൻ ഞെട്ടി. നാണയം തരിക, രാജാവ് പറഞ്ഞു. കർഷകൻ നാണയം കൊടുത്തു. മന്ത്രിമാരും രാജഭടന്മാരും ചുറ്റിനും കൂടിയത് കർഷകൻ ശ്രദ്ധിച്ചു. എല്ലാവരെയും നോക്കി രാജാവ് പറഞ്ഞു, സത്യസന്ധനായ ഈ മനുഷ്യൻ ഇന്നു മുതൽ എൻ്റെ കൊട്ടാരത്തിലെ മന്ത്രിയാണ്. കൃഷിക്ക് മേൽനോട്ടം വഹിക്കേണ്ട മന്ത്രി. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.